ഹലോ! ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലെ ബ്ലൗസ് തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള തുണി പീസൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പേഴ്സാണ് കേട്ടോ ഇന്ന് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ലേഡീസിന് പുറത്തേക്ക് പോകുമ്പോഴേ നമ്മുടെ ബ്ലൗസിന് മാച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് പേഴ്സ് തയ്ച്ചെടുത്താലോ നമുക്ക്. ഈ ഒരു തുണീനെ നമ്മുടെ പേഴ്സ് തയ്ക്കാനായിട്ട് നമുക്കൊരു പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പേഴ്സ് തയ്ക്കാനായിട്ട് നീളം ഞാൻ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചും വീതി ഇവിടെ ഒരു 9 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു അളവിലുള്ള പേഴ്സ് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത്ര വലിപ്പം വേണ്ട, അതിനേക്കാളും ചെറുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ തുണി. അപ്പം നമ്മളതിൻ്റെ നീളവും വീതിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഈ ഒരു പീസിനെ നമുക്ക് ഇതിൽ നിന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ ഒരളവിൽ തന്നെ നമുക്ക് ലൈനിങ് തുണിയും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ലൈനിങ് നമുക്ക് ഇതേ കളർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ പകരം ഏതെങ്കിലും ഒരു പഴയ തുണി ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പഴയ തുണി എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തുണീനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു തുണിയുടെ അളവിൽ നമുക്ക് ലൈനിങ് തുണിയും കൂടി കട്ട് ചെയ്തെടുക്കാം. ബ്ലൗസ് തയ്ക്കാനായിട്ടേ നമ്മൾ എടുത്തിട്ടുള്ള ഏത് മെറ്റീരിയലാണെങ്കിലും നമുക്കത് വെച്ചിട്ട് ഇതുപോലെയുള്ള പേഴ്സുകൾ തയ്ച്ചെടുക്കാം. കുറച്ച് നീളടിക്കുന്ന ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ഇത്തിരി ഭംഗി കിട്ടാനായിട്ട് അതിൻ്റെ താഴെ നമ്മുടെ കയ്യിൽ നമുക്ക് പഴയതായിട്ടിരിക്കുന്ന ഏതെങ്കിലും നല്ല ഭംഗിയുള്ള പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്ന് വലിയ കാണിയിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ സൈഡ് ഭാഗം നേരിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ നൂല് തീരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളിലേക്ക് വേണമെങ്കിലും വെച്ചിട്ട് സൈഡ് ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അതുപോലെ തയ്ച്ചെടുക്കുക. സൈഡ് വശം നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ മേൽഭാഗത്ത് നിന്നിട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നേരെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു തുണി മടങ്ങിയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നിർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, അതിന് തൊട്ട് താഴോട്ടാണ് ഇതുപോലെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പേഴ്സിൽ 2 പോക്കറ്റായിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് അങ്ങോട്ട് നീക്കി വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പോക്കറ്റ് തയ്ക്കാനായിട്ട് വേറൊരു പീസ് തുണിയും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു തുണിയും നമ്മുടെ മേൽഭാഗത്തെ നല്ല തുണിയും തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സിബ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സിബിനെ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ലൈനിങ് തുണിയും നമ്മുടെ മേലത്തെ തുണിയും കൂടിയിട്ട് ഇതേപോലെ ആ സിബിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒറ്റവട്ടം തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിബിൻ്റെ ഒരു ഭാഗത്തും കൂടി നമുക്ക് വെച്ച് തയ്ക്കാനുണ്ട്. നമ്മൾ വെട്ടി നീക്കി വെച്ചിട്ടുള്ള ആ ഒരു തുണിയുടെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ പോക്കറ്റ് തയ്ക്കാനായിട്ടുള്ള എടുത്ത തുണിയുണ്ടല്ലോ, ആ ഒരു തുണിയും സിബും എല്ലാം വെച്ചിട്ട് വേണേ ഇനി തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ തയ്ക്കണത് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ നമുക്കിതുപോലെ വേണമെങ്കിലും വെച്ച് തയ്ക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിബും പോക്കറ്റ് തയ്ക്കുന്ന ആ ഒരു നീലത്തുണി ഉണ്ടല്ലോ, ആ ഒരു തുണിയും തമ്മിൽ ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സിബിൻ്റെ മേൽഭാഗത്തേക്ക് നമ്മൾ വെട്ടി നീക്കി വെച്ചിട്ടുള്ള തുണിയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം മേൽഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച രീതിയാണെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ട് മറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കുക.
നമ്മുടെ പേഴ്സിൻ്റെ പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പേഴ്സിലേക്ക് ചെറുതായിട്ട് നമുക്കൊരു വള്ളി തയ്ക്കുന്നുണ്ട് കേട്ടോ, സൈഡ് ഭാഗത്ത് ചെറുതായിട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു തുണിയിൽ നിന്ന് ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് വള്ളി തയ്ച്ചെടുക്കാനായിട്ട് ഉള്ളിലോട്ട് മടക്കില്ലേ, അതേ രീതിയിൽ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് മേൽഭാഗത്തു കൂടെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെറിയൊരു വള്ളി തയ്ച്ചെടുത്തിട്ടേ നമ്മളിപ്പോൾ സിബ്ബ് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മേൽഭാഗത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുക. ആദ്യം നമ്മൾ സിബ്ബ് വെച്ച് തയ്ച്ചെടുത്ത പോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് വീണ്ടും ഒരു സിബ്ബും കൂടി തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മേൽഭാഗത്തെ തുണി ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് സിബിൻ്റെ മേൽഭാഗത്തു കൂടെ നമ്മളൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തെ തയ്പ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മെയിനായിട്ടുള്ള തുണി ഉണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗം നമ്മൾ ഇതേപോലെ വെച്ചിട്ടേ ഇനി ആ ഒരു സിബിൻ്റെ ഭാഗത്തു കൂടെ, സിബിൻ്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ തുണി വെച്ചിട്ട് ഈ ഒരു തുണിയുടെ മേൽഭാഗത്തു കൂടെ ഒന്ന് നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സിബ് മേൽഭാഗത്താണെങ്കിൽ കുറച്ച് താഴോട്ടൊന്ന് ഇറക്കി വെക്കുക, നമുക്ക് തയ്ക്കാനുള്ള എളുപ്പത്തിന്. നമ്മുടെ പേഴ്സിൻ്റെ മെയിനായിട്ടുള്ള തയ്പ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സിബിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ അതിൻ്റെ സൈഡ് ഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. ഇതുപോലെ തയ്ക്കുമ്പോഴേ ആ ഒരു സിബിൻ്റെ ഭാഗം കറക്റ്റ് ഒപ്പം വെച്ചിട്ട് മേൽഭാഗത്ത് നിന്നിട്ട് നേരെ താഴോട്ടൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇപ്പുറത്തെ ഭാഗവും കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. ആർക്ക് വേണമെങ്കിലും നല്ല എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള പേഴ്സാണ് കേട്ടോ നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ പേഴ്സിൻ്റെ മെയിനായിട്ടുള്ള തയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഒരു സിബിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള നല്ല തുണി ഉണ്ടല്ലോ, ആ ഒരു തുണീനെ ഇതുപോലെ പുറത്തേക്ക് മറച്ചിടാം കേട്ടോ. നല്ല എളുപ്പത്തിലും നല്ല ഭംഗിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേഴ്സായിരുന്നു കേട്ടോ നമ്മളിന്ന് ചെയ്ത് കാണിച്ചത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ, നേരിട്ട് കാണാനാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഭംഗി. അപ്പം നമ്മുടെ ഈ ഒരു പേഴ്സിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോണും അത്യാവശ്യം പൈസയും എല്ലാം വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഉള്ളിലുള്ള ആ പോക്കറ്റിലായാലും അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ, നല്ല വലിപ്പമുള്ള പേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പേഴ്സ് തയ്ച്ചെടുക്കുമ്പോഴേ നമ്മളെടുത്തിട്ടുള്ള തുണി പോലെ തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള കളറ് ആയിട്ട് സിബ് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം അതുപോലെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ പേഴ്സ് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. അതേ സെയിം കളറ് സിബ് വയ്ക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി വരില്ല. അപ്പം നമ്മുടെ ഈ ഒരു പേഴ്സ് തയ്ച്ചതേ നമ്മൾ ബ്ലൗസ് തയ്ച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന പീസിൽ നിന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇതേ ബ്ലൗസ് ഇതായിരുന്നു കേട്ടോ. ഈ ഒരു ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പീസ് തുണി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ പേഴ്സാണ് കേട്ടോ നമ്മളിന്ന് കണ്ടത്. നമ്മുടെ ലേഡീസിനെ നമ്മുടെ സാരിക്ക് മാച്ചായിട്ടും ബ്ലൗസിന് മാച്ചായിട്ടും ഒക്കെ ഇതുപോലെയുള്ള പേഴ്സും ബാഗൊക്കെ തയ്ച്ചിട്ടിട്ട് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.